എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ലോകത്ത് തന്നെ ചെറിയ നിശ്ചിത കാലയളവിൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ ഒഴുകിയെത്തുന്ന ഒരു പുണ്യ കേന്ദ്രമാണ് ശബരിമല. ഓരോ വർഷവും എത്രയെത്ര ആളുകളാണ് എത്തിച്ചേരുന്നതെന്ന് അതിനൊരു കണക്കില്ല എന്ന് തന്നെ പറയാം. അത്ര കണ്ട് ഭക്തന്മാരെത്തുന്നു. അവരുടെയൊക്കെ നാവിൻ തുമ്പിൽ നിന്നും ഒരേ ഒരു വിളികൾ മാത്രം സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ജനങ്ങൾ അവിടെ ഒഴുകിയെത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അവർ നിശ്ചിത കാലയളവിലാണ് ഇത്രയധികം ആൾക്കാർ അവിടെ എത്തിച്ചേരുന്നത്. അത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നേ, ഒരു 10 വർഷം മുന്നേ തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു ആചാരമാണ്. നിർഭാഗ്യമെന്ന് പറയാം, ആ ആചാരങ്ങളിൽ പലതും ലംഘിക്കപ്പെട്ടു. മുമ്പ് കാണുന്ന അല്ലെങ്കിൽ കാലാകാലങ്ങളായി അവിടെ ഉണ്ടായിരുന്ന പലതും ഇന്ന് ശബരിമലയിൽ ഇല്ലാത്തൊരവസ്ഥയായി എന്നർത്ഥം. വളരെ വേദനയോടുകൂടി വരട്ടെ, അവിടെ ശബരിമലയിൽ ഒരു പാത്രക്കുളം എന്ന് പറയുന്നൊരു കുളമുണ്ടായിരുന്നു. നിവേദ്യങ്ങൾ സമർപ്പിച്ച പാത്രങ്ങൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടൊരു കുളം. ഇന്നത് മൂടിക്കളഞ്ഞു. യഥാർത്ഥത്തിലുണ്ടായിരുന്ന ഭസ്മക്കുളം ഇന്ന് കാണാനില്ല. അത് സ്ലാബിട്ട് മൂടിയിട്ട് മറ്റൊരു സ്ഥലത്ത് ഭസ്മക്കുളം കുഴിച്ചിട്ടുണ്ട്. ശരംകുത്തി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൽമരം അത് പിഴുതെടുത്ത് കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് സ്ഥാപിച്ചു. അവിടുന്ന് ഉണങ്ങിപ്പോയി. പകരം വേറൊരു ആല് നട്ടു വികസനത്തിൻ്റെ പേരിൽ. അങ്ങനെ നിരവധി മാറ്റങ്ങൾ അവിടെ വരുത്തി. കാരണം 18-ാം പടിയുടെ മുകളിലുണ്ടായിരുന്ന ആ ആഴി 3ാമത്തെ സ്ഥലമായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. 18-ാം പടിയിൽ താഴെ ഇറക്കിയിട്ട് 3ാമത്തെ സ്ഥലം. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി എന്നർത്ഥം. അതിലൊന്നാണ് 18-ാം പടിയുടെ മുകളിലുണ്ടായിരുന്ന, എവിടെ, മാളികപ്പുറത്തുണ്ടായിരുന്ന വാപുരൻ എന്ന് പറയുന്ന സ്വാമിയുടെ സന്നിധി ആ 18-ാം പടിക്ക് താഴെ 50 മീറ്റർ മാറിയിട്ട് സ്ഥാപിച്ചു. ഈ വാപുരൻ ഇന്ന് കാണുന്ന സ്ഥലത്തിൽ നിന്നും അല്പം പുറകിലായിട്ട് വലിയൊരു കുളമുണ്ടായിരുന്നു. ആ കുളവും പൂർണ്ണമായിട്ട് മൂടിക്കളഞ്ഞു. അങ്ങനെ നിരവധി ആചാര ലംഘനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ ദേവീദേവന്മാർക്ക് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാഗരാജാവിൻ്റെ സ്ഥാനം പോലും പല സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റം നടത്തും പോലെയാണ് ഓരോ ദേവന്മാരെയും അല്ലെങ്കിൽ അവിടുത്തെ സന്നിധിയും മാറ്റം വരുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നോക്കുന്ന അവസരത്തിൽ പഴയ കാലത്തെ ശബരിമലയുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇന്ന് കാണുമ്പോൾ വാവരുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം. നമ്മൾക്കിടയിലെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് വാപുരൻ സ്വാമി ആരാണ്? അദ്ദേഹം ഇസ്ലാമാണോ, ഹിന്ദുവാണോ, അല്ല മറ്റാരെങ്കിലുമാണോ, ഭൂതഗണമാണോ എന്നുള്ള വിധത്തിൽ ഭയങ്കരമായ സംശയങ്ങൾ തോന്നുന്നുണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാലയിടാൻ വേണ്ടി ചിന്തിക്കുമല്ലോ. മാലയിടാൻ വേണ്ടി ചിന്തിക്കുന്ന ആ സമയം മുതൽ മാല ധരിക്കുന്നു, ഗുരുസ്വാമിയെ കാണുന്നു, ഗുരുസ്വാമിയിൽ നിന്ന് മാല ധരിക്കുന്നു, വ്രതമെടുക്കുന്നു, യാത്ര ചെയ്യുമ്പോൾ കെട്ട് നിറക്കുന്നു. ആ കെട്ട് നിറയെ സാധനങ്ങളുമായി പരമ്പരാഗത പാതയിലൂടെ പോയി സന്നിധാനത്തെത്തി ആ ഇരുമുടിക്കെട്ടിലുള്ള ഓരോ സാധനങ്ങളും നിശ്ചിത സ്ഥാനത്തൊക്കെ നിക്ഷേപിച്ച് അവിടെ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരുന്നുണ്ടല്ലോ. ഈ സമയത്ത് ചെയ്യേണ്ട മുഴുവൻ ചടങ്ങുകളെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഓരോ ദേവീദേവന്മാരുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ വിവരിച്ചും കൊണ്ടുള്ള, എന്ന് വെച്ചാൽ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഈ മാല എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അടക്കം വിവരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കഴിഞ്ഞ 2023 നവംബർ മാസം പ്രസിദ്ധീകരിക്കാൻ പറ്റിയത്. പ്രകാശന കർമ്മം നിർവഹിച്ചത് പ്രശസ്ത സിനിമാ സംവിധായകനായിട്ടുള്ള രാമസിംഹൻ എന്ന അലി അക്ബർ ആയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, കഴിഞ്ഞ 36 വർഷം ഞാൻ ശബരിമലക്ക് പോയപ്പോൾ 20 വർഷവും എൻ്റെ വീട്ടിൽ നിന്നും, എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും കാൽനടയായി സന്നിധാനം വരെ പോകാനുള്ളൊരു സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കുറേ വർഷമായിട്ടാണ് ഞാൻ മറ്റുള്ള പരമ്പരാഗത പാതയിലൂടെ പോകുന്നത്. ഈ കാലയളവിൽ ഞാൻ അവിടെയുള്ള ഓരോ ദേവീ ദേവന്മാരെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിക്കുവാൻ ശ്രമിച്ചു.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാവൂർ സ്വാമിയെക്കുറിച്ചും ഞാൻ പഠിച്ചിട്ടുള്ളത്. വാവൂർ സ്വാമിയെക്കുറിച്ച് മാത്രമല്ല, കടുത്തയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ശബരിമാതാവിനെ കുറിച്ചൊക്കെ വളരെ ഗഹനമായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വാവൂർ സ്വാമിയെ എടുത്തു പറയാൻ കാരണം വെച്ചാൽ, ഇന്ന് കാണുന്ന വാവരുടെ സന്നിധിയും മുമ്പുണ്ടായ വാവരുടെ സന്നിധിയും തമ്മിലൊരു ആശയക്കുഴപ്പമുണ്ടാകുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടായത്. അതിൽ പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കാണുന്ന ശബരിമല എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഈ ശബരിമലയിൽ 18-ാം പടിക്ക് താഴെ ഒരു വാവരുടെ സന്നിധി ഉണ്ടല്ലോ. ഈ സന്നിധി എന്ന് പറയുന്ന സ്ഥലത്ത് 1950 മുൻപ് വരെ പ്രതിഷ്ഠയുണ്ടായതായി കൃത്യമായ രേഖകളിലുണ്ട്. എന്ന് വെച്ചാൽ അതിനു മുന്നേ മാളികപ്പുറത്തായിരുന്നു വാവരുടെ സന്നിധി, അവിടെയും പ്രതിഷ്ഠയുണ്ടായിരുന്നു എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി എഴുതിയ ഐതിഹ്യമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കാലയളവിൽ ശബരിമലയിൽ ശാസ്താവിൻ്റെ സന്നിധി മാത്രമല്ല, അതിൽ നിന്ന് അല്പം മാറിയിട്ട് ഭദ്രകാളിക്കും വാപുരനും കൊച്ചുകടുത്തക്കും സ്ഥാനവും ക്ഷേത്രവുമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗഹനമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്, ഒരു പുസ്തകമാണ് കുറുമാളൂർ നാരായണപിള്ള എഴുതിയിട്ടുള്ള വിദ്വാൻ കുറുമാളൂർ നാരായണപിള്ള എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. അത്രയും കാര്യങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ശബരിമല യാത്ര നടത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാര്യങ്ങളും അവിടെ ചെയ്ത കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഗുരുസ്വാമിയാണ്, ശ്രേഷ്ഠനായ വ്യക്തിയാണ്. ശബരിമലയെക്കുറിച്ച് ആധികാരികമായിട്ടൊരു ഗ്രന്ഥം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളതിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത്, ഇപ്പോൾ കുറേ പഴക്കമായതുകൊണ്ട് ആചാരങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. ഈ പറയുന്ന ശ്രീ ഭൂതനാഥ സർവസ്വാണ്. അത് എഴുതിയിട്ട് ഏകദേശം ഒരു 80 വർഷത്തിലേറെയായി. സ്വാതന്ത്ര്യം കിട്ടുന്ന ആ കാലഘട്ടത്തിൽ എഴുതിയ ഒരു പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അകത്ത് അന്നത്തെ അദ്ദേഹം സന്നിധാനത്ത് പോയി തൊഴുന്ന സമയത്തുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. അവിടെ പറയുന്നു, ശബരിമലയിൽ 18-ാം പടി കയറി ശാസ്താവിനെ വണങ്ങിയതിന് ശേഷം അവിടുന്ന് നേരെ ചെല്ലുന്നത് മാളികപ്പുറത്തുള്ള ഭദ്രകാളിയെ വണങ്ങുന്നു. തുടർന്ന് വാപുരൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നമസ്കരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. പിന്നെ ഇത് കൂടാതെ തന്നെ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്, ഈ വാപുരൻ എന്ന് പറയുന്ന ഭൂതഗണം എന്തോ ആവട്ടെ, വാപുരൻ എന്ന് പറയുന്ന സ്വാമിയുടെ പ്രതിഷ്ഠ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി 120 വർഷം മുന്നേ, എന്ന് വെച്ചാൽ കൊല്ലവർഷം 980-ാം ആണ്ട് എന്നാണെന്ന് തോന്നുന്നു. അത് കൃത്യമായിട്ട് എൻ്റെ ഈ ശബരിമല സർവസ്വം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് വർഷം തന്നെ ഞാൻ പറയാം, അതുകൊണ്ട് വേറെ ഒരു സംശയം വരണ്ടല്ലോ. 1080-ാം ആണ്ടിൽ ഈ വാവരുടെ ശ്രീകോവിലിനകത്തുള്ള പ്രതിഷ്ഠ നവീകരിച്ചതായി കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇന്നും അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പഴയ ഗ്രന്ഥങ്ങളിൽ കിട്ടും. 1080-ാം ആണ്ടിലാണ് ഈ പ്രതിഷ്ഠ പുനരുദ്ധരിച്ചത്. എന്ന് വെച്ചാൽ കൃത്യം 120 വർഷം. ഈ 120 വർഷം മുന്നേ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രീഭൂതനാഥ സർവസ്വത്തിൻ്റെ 16-ാമത്തെ പതിപ്പിലെ 142, 143 പേജുകളിൽ വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണം നോക്കാം. അപ്പോൾ ആ അന്ന് പ്രതിഷ്ഠിച്ച 120 വർഷം മുമ്പേ പ്രതിഷ്ഠിച്ച ഒരു 80 വർഷം മുന്നേ വരെ ഉണ്ടായിരുന്ന ആ പ്രതിഷ്ഠ ഇന്ന് എവിടെ പോയി? സംശയമാണ്. ഏതായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഒരു മുസ്ലിമിന് വേണ്ടിയിട്ട് എവിടെയും പ്രതിഷ്ഠ ഉണ്ടാകില്ല. വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും, വാപുരൻ വാവര് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ചോദ്യം ഒന്നേ ഉള്ളൂ, 1080-ാം ആണ്ടിൽ അവിടെ നവീകരിച്ച പ്രതിഷ്ഠ നടത്തിയതായിട്ട് രേഖകളുണ്ട്. അതിനെക്കുറിച്ച് ശ്രീഭൂതനാഥ സർവസ്വത്തിൽ പറയുന്നുമുണ്ട്. ആ പ്രതിഷ്ഠ ഇന്ന് എവിടെയാണ് ഉള്ളത്? പ്രതിഷ്ഠ നടത്തുന്നത് ഒരു കാരണവശാലും മുസ്ലിം വിരുദ്ധമാണ് എന്ന് നമുക്കറിയാം. കാരണം ബിംബങ്ങളുടെ മുന്നിൽ ബിംബപ്രതിഷ്ഠ നടത്തി അതിന് മുമ്പിൽ ആരാധിക്കുന്നത് ഹറാമാണ്. അപ്പോൾ ഒരിക്കലും അത് മുസ്ലിം ആയിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യമാണ് അത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംശയം വന്നപ്പോഴാണ് ഈ വാവൂർ സ്വാമി ആരാണ് എന്ന് അറിയാൻ വേണ്ടി കുറേ കൂടി ഞാൻ ചിന്തിച്ച് അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കേട്ടതും ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് ഇത് തുറന്നു പറയുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പല ഗ്രന്ഥങ്ങൾ നോക്കിയപ്പോൾ
ഈ വാപുരൻ എന്ന് പറയുന്ന സ്വാമിയുടെ യഥാർത്ഥ സ്ഥലം അവരാം കോവിൽ എന്ന് പറയുന്ന സ്ഥലമാണെന്ന് കാണാൻ കഴിഞ്ഞു. ഒന്നുകൂടി ഗഹനമായി മനസ്സിലാക്കിയപ്പോൾ അവരാം കോവിൽ എന്ന് പറയുന്ന സ്ഥലമല്ല, അവരാം കോവിലകം എന്നുള്ളതാണെന്ന് മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ഒരു കോവിലകത്തെ നാടുവാഴിയുടെ മൂത്ത മകനാണ് വാപുരൻ. ഈ വാപുരൻ വളർന്ന അല്ലെങ്കിൽ ജനിച്ച കോവിലകം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലം ഉണ്ടല്ലോ ചാത്തന്നൂർ, അവിടെ ഉള്ളിലുള്ള വെളിയം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ പറയുന്ന അവരാം കോവിലകം നിന്നിരുന്ന സ്ഥലം. അവിടുത്തെ നാടുവാഴിയായ ഒരു നായർ തറവാട് വകയായിരുന്നു ആ കോവിലകം. ആ കോവിലകത്തിൽ അംഗസംഖ്യ വർദ്ധിച്ചപ്പോൾ പരിമിതമായ സൗകര്യം കാരണം ആ കോവിലകം പിന്നീട് അവിടെ നിന്നും മാറ്റി എവിടെ, വെളിയത്ത് തന്നെയുള്ള അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ നേരെ പുറകിലായിട്ട് കഷ്ടി ഒരു 1/2 കിലോമീറ്റർ പുറകിലായിട്ടാണ് അവിടെ ഒരു മനയുണ്ടായിരുന്നു. ആ മനയുടെ നിന്ന സ്ഥലം പിന്നീട് ആ മന ഇന്ന് പൂർണ്ണമായിട്ട് അന്യം നിന്ന് അത് വേറൊക്കെ കൈമാറി, അങ്ങനെ പലരും കൈമാറിയിട്ട് ഇന്ന് പൂർണ്ണമായിട്ടും അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. റബ്ബർ തോട്ടാണ്. ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട്. അപ്പോൾ ഈ കോവിലകത്തെ നാടുവാഴിയുടെ മകനായിരുന്നു വാപുരൻ. ഈ വാപുരൻ്റെ പിൻഗാമിയായിരുന്നു വിളവൻ എന്ന് പറയുന്ന രാജാവ്. ആ വിളവൻ നാടുവാണ സ്ഥലമാണ് വെളിയം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റി. എന്തോ ആവട്ടെ, യഥാർത്ഥത്തിൽ ഈ വാപുരൻ്റെ അരികിലേക്ക് അയ്യപ്പസ്വാമി എത്തുകയായിരുന്നു. നമ്മളെല്ലാം ചിന്തിക്കുന്നത് അയ്യപ്പനും മണികണ്ഠനും അതുപോലെ തന്നെ ശാസ്താവും എല്ലാം ഒന്നാണ് എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത്. എന്നാൽ കൃത്യമായിട്ട് ശ്രീ ഭൂതനാഥ ഉപാഖ്യാനവും ശ്രീ ബ്രഹ്മാണ്ഡ പുരാണവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനു മുമ്പുള്ള പല ഗ്രന്ഥങ്ങളും നമുക്ക് മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം, ശ്രീ ധർമ്മശാസ്താവ് ഹരനും ഹരിയും ക്രീഡിച്ച് അതിലുണ്ടായ പുത്രനാണ് ധർമ്മശാസ്താവ്. ആ ധർമ്മശാസ്താവിൻ്റെ അവതാരങ്ങൾ, മഹാവിഷ്ണുവിന് നിരവധി അവതാരമുണ്ട്, അതുപോലെ ശ്രീ ധർമ്മശാസ്താവും അവതാരമെടുത്തിട്ടുണ്ട്, ശ്രീ പരമശിവനും അവതാരമെടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ശ്രീ ധർമ്മശാസ്താവിൻ്റെ അവതാരമായി ഒന്നാമത്തെ അവതാരമായി ശ്രീ മണികണ്ഠൻ വരുന്നത്. ആ അവതാരം വന്നത് എന്തിനാണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഈ ശ്രീ ശബരിമല സർവസ്വം എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതേപോലെ തന്നെ ആ അവതാരത്തിന് ശേഷം ഈ മണികണ്ഠൻ അവതാരം എടുക്കുമ്പോൾ ആ മണികണ്ഠനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മഹിഷി നിഗ്രഹത്തിന് മണികണ്ഠൻ പോകുമ്പോൾ വനത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിരവധി ഭൂതഗണങ്ങൾ, ആരുടെ, ശ്രീ ധർമ്മശാസ്താവിൻ്റെ നിരവധി ഭൂതഗണങ്ങൾ ഒന്നിച്ചു വന്നതായി, അല്ലെങ്കിൽ സ്വീകരിച്ച് മഹിഷി നിഗ്രഹത്തിന് ഒന്നിച്ചു വന്നതായിട്ട് കൃത്യമായിട്ട് പല ഗ്രന്ഥങ്ങളിലും, പ്രത്യേകിച്ച് ബ്രഹ്മാണ്ഡ പുരാണത്തിലും ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള ഭൂതഗണങ്ങളുടെ പേരുകൾ പറയുന്നു. ഗണ്ഡാകർണൻ, കടൂരവൻ, കടുശബ്ദൻ, കൂപനേത്രൻ, വാപുരൻ, വ്യാഘ്രപാദൻ, അസ്ത്രഭൈരവൻ തുടങ്ങിയിട്ടുള്ള ഭൂതഗണങ്ങൾ ഈ മണികണ്ഠനെ സ്വീകരിക്കുകയും അവരെല്ലാവരും ഒത്തൊരുമിച്ച് പോവുകയും അങ്ങനെ മഹിഷിയെ അന്വേഷിച്ച് നടക്കുകയൊക്കെ ചെയ്തു എന്ന് വളരെ കൃത്യമായിട്ട് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ ഭൂതഗണങ്ങളിൽ വളരെ പ്രധാനിയായിട്ട് ഒരു പേര് പറയുന്നത് വാപുരൻ്റെ പേരാണ്. അത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ആ അവതാരത്തിന് ശേഷം, മഹിഷി നിഗ്രഹത്തിന് ശേഷം പിന്നീട് കാലങ്ങൾ കുറേ കഴിയുകയും അത് ഏകദേശം മണികണ്ഠൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 4000-നടുത്ത് വർഷം പഴക്കമുണ്ട്. അതിന് കൃത്യമായ തെളിവും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നീട് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു അവതാരം ശ്രീ ധർമ്മശാസ്താവ് എടുത്തു. അത് കേവലം 780 വർഷം മാത്രമേ പഴക്കമുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കാൻ കാരണം, എന്താണ് അതിന് തെളിവ് എന്ന് ചോദിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പാണ്ഡ്യരാജ്യത്തിൻ്റെ ഒരു താവഴിയായി വന്നിട്ടുള്ള പന്തളത്തെ ഇന്നത്തെ കുടുംബം, അവരിവിടെ വന്ന് താമസിക്കുന്നത് ഈ വഞ്ചിനാടിലെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ഇന്ന് കാണുന്ന പന്തളം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടുത്തെ കൈപ്പുഴ കുഞ്ചുണ്ണിത്തമ്പാൻ എന്ന് പറയുന്ന വ്യക്തിയോടുകൂടി ആണ് ആ ഭൂമി വില കൊടുത്ത് വാങ്ങിക്കുന്നത്. കൊല്ലവർഷം 377 എന്ന് വളരെ വ്യക്തമായിട്ട് പന്തളം കൊട്ടാരത്തിൻ്റെ രേഖകളിൽ കാണാം നമുക്ക്.
കൊല്ലവർഷം 377. എന്ന് വെച്ചാൽ ഏകദേശം 820 വർഷമേ ആയിട്ടുള്ളൂ ഇവരവിടെ വില കൊടുത്ത് വാങ്ങിച്ചിട്ട്. അതിനുശേഷമാണ് അവിടെ കോവിലകം പണിയുന്നത്. ഇന്ന് കാണുന്ന കോവിലകം അതിനുശേഷം പലതവണ പുതുക്കിയതാണ്. അപ്പോൾ ആ കൈപ്പുഴ തമ്പാനടുത്ത് വാങ്ങിച്ച ഭൂമിയിൽ കോവിലകം വെച്ച് ഇതാവുന്ന സമയത്ത് പിന്നീടും നിശ്ചിത കാലങ്ങൾക്ക് ശേഷമാണ്, എന്ന് വെച്ചാൽ ഏകദേശം ഈ രജിസ്റ്റർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 30 വർഷത്തിന് ശേഷമാണ് അയ്യപ്പൻ്റെ ആഗമനം നടക്കുന്നത്, ജനനം നടക്കുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 750 വർഷം. ഇനി വേണ്ട 820 തന്നെ കൂട്ടിക്കോ. ആ സ്ഥലത്തേക്ക് ഈ പന്തളത്തിൻ്റെ അവകാശികൾ ഭൂമി പൈസ കൊടുത്ത് വാങ്ങിച്ച ആ കാലഘട്ടം തന്നെ എടുത്താലും 820 വർഷമേ ആയിട്ടുള്ളൂ എന്നർത്ഥം.